ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. ഡെസ്ക് ഫുള്ളായിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നില്ല, ചെറുതായിട്ടൊക്കെ ഒരു ക്രിസ്മസ് വൈബിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്ഥലത്തിന് ഒരു പ്ലേസ്, നമ്മുടെ ക്രാഫ്റ്റ് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് പ്ലേസ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ വാളിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ നമുക്ക് റെഡിയാക്കാം. നമുക്ക് അതിന് കുറച്ച് കളർ പെൻസ് വേണം, പിന്നെ കത്രിക, സ്കെയില്, ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഞാൻ എഴുതുന്ന പോലത്തെ പെന്നും കളർ പെന്നും, ഇത് ഡ്രോയിങ് ചെയ്യുന്ന കളർ പെന്നുമാണ്. ഇത് സ്റ്റിക്കേഴ്സ് അതിൻ്റെ ഒപ്പം കിട്ടി. നമുക്ക് ഈ പേപ്പേഴ്സ് നമുക്ക് വേണ്ടുന്ന അളവിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കാണില്ല, ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഈ പോർഷൻ നമുക്ക് വേണ്ട, ഭയങ്കരമായിട്ട് ചെറുതായി പോകണം. നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി ഈ വരുന്ന ഈ പീസുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പീസും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ലാട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട്, എനിക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നില്ല, കൈയൊക്കെ വിറയ്ക്കും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഇത്രയും പീസുകളാണ്. 6 പീസാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന. 6 പോസ്റ്റേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. 6 പോസ്റ്റേഴ്സ്. അപ്പം അതിന് നമുക്ക് ബോർഡർ ലൈനൊക്കെ വരച്ചു കൊടുക്കണം. നമുക്ക് ഒരെണ്ണത്തിന് ഫസ്റ്റ് എനിക്ക് ബോർഡർ ലൈൻ വരച്ചെടുക്കാം. ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ലൈൻ വരയ്ക്കുന്നത്. അത് നമുക്ക് വരച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നതിനകത്ത് കാണുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ബോർഡർ വരയ്ക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ ഇച്ചിരി കൂടുതൽ പോർഷൻ നമ്മൾ വിടും. ഞാൻ എക്സാമ്പിൾ ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ആക്കി ചെയ്തതാണ്. ഇത് ടൈം എടുത്ത് ചെയ്തതാട്ടോ. ഞാൻ കുറച്ച് ടൈം എടുത്തായിരുന്നു, ഒന്നും ശരിയായില്ല, വീണ്ടും ചെയ്ത, അങ്ങനെയാണ് ഞാനത് ചെയ്തത്. നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് 6 എണ്ണം വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 6 എണ്ണത്തിലും നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ 6 എണ്ണത്തിലും വരച്ചു. ആറെണ്ണവും നല്ല കംപ്ലീറ്റ് ആയിട്ട് വരച്ച് ഭംഗിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡർ ഫുള്ള് ബ്ലാക്ക് കളർ ലൈനും എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ച് ക്രിസ്മസ് അല്ലേ, ബ്ലാക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്നതായതുകൊണ്ട് നമുക്കിന്ന് ഒരു റെഡോ ഗ്രീനോ അങ്ങനത്തെയൊക്കെ കളർ കൊടുക്കാം. അപ്പം നമ്മൾ ബോർഡേഴ്സൊക്കെ വരച്ചു. 3 എണ്ണം പച്ച കളറും 3 എണ്ണം റെഡ് കളറിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് വരച്ചിട്ടുണ്ട്.
അയ്യോ തലയിരിഞ്ഞു പോയി. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിസ്മസ് തീമിൽ എന്തെങ്കിലും ഡ്രോയിങ്സ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്മസ് തീമിലായിട്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നമുക്ക് വരച്ചെടുക്കാം. റൈറ്റിങ്സ് എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതാം, വരച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചെടുത്തു. ഫസ്റ്റത്തത് വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ റിങ്സ് ഇല്ലേ, നമ്മൾ ഇതിനകത്തൊക്കെ തൂക്കിയിടുന്ന ആ സംഭവമാണ്, ബോൾസ്, അത്. പിന്നെ കുറച്ച് സ്റ്റാറ്, പിന്നെ ഒന്നും വരയ്ക്കാൻ കിട്ടാത്തപ്പോൾ ഞാൻ വരച്ചതാണ് ബോ, റെഡും ഒരു ഓറഞ്ച് തീമിൽ വരച്ചു. പിന്നെ നമ്മുടെ ആ ഒരു കോലല്ലേ, ക്യാൻഡി തീമിലുള്ളൊരു കോല്, നമ്മൾ ട്രീമ തൂക്കുന്നിടുന്നത്, അതുപോലത്തെ ഒരു കോല് വരച്ചു. പിന്നെ ഞാൻ വരച്ചത് ഇതാണ്, നമ്മുടെ ബൾബ്സിലെ ട്യൂബ് ലൈറ്റ്സ്, അതുപോലത്തെ മൾട്ടി കളർ ലൈറ്റ്സ്, അതാണ് ഇത്. അതിൽ ഹാപ്പി 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 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ആ വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു തുണി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇതൊക്കെ മാറ്റി വേറൊരു തീമിലേക്ക് ആക്കും. ഇനിയിപ്പം ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് വോൾ പോസ്റ്റേഴ്സ് ചെയ്തത്. എല്ലാവർക്കും ബായ്.